നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു യുവിയിൽ റൂം സെറ്റുമായിട്ടാണ്. ഇപ്പോൾ ഫർണിച്ചറിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെയിലായി പോകുന്ന റൂം സെറ്റാണ് ഈ പാർട്ടിക്കൽ ബോർഡിൽ വരുന്ന യുവിയിലും കേബോർഡിലൊക്കെ വരുന്ന റൂം സെറ്റുകൾ. അതിൽ കോട്ട് ബോക്സ് ഉണ്ടാവും, കട്ടിലുണ്ടാവും, ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാവും, അൾമറ ഉണ്ടാവും. അൾമറ 4 ഡോർ ആയിട്ടും ചെയ്യുന്നുണ്ട്, 6 ഡോർ ആയിട്ടും ചെയ്യുന്നുണ്ട്, പിന്നെ 3 ഡോർ ആയിട്ടും ചെയ്യുന്നുണ്ട്. ഓരോ സ്പേസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യല്. പിന്നെ ഈ അൾമറയ്ക്ക് ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ സ്പേസ് കുറവാണെങ്കിൽ അൾമറയ്ക്ക് ഡ്രസ്സിംഗ് ടേബിൾ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് സ്പേസ് കുറവാണെങ്കിൽ നമ്മൾ 2 സീറ്റ് സെറ്റ് ചെയ്യാം. ഈ യുവിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഗ്ലേസിങ് തന്നെയാണ്. യു വി ബോർഡിന്റെ ഇതില് ഈ ഗ്ലേസിങ് പറഞ്ഞാൽ നല്ല ലുക്കാണ് വരുന്നത്. ഈ വുഡൻ കളറിന്റെ ബ്ലാക്ക് ഗ്ലേസിംഗ് ഉള്ള യു വി ബോർഡ് ആയതുകൊണ്ട് ഇതിന്റെ ലുക്ക് പറഞ്ഞാൽ ഈ ഗ്ലേസിങ് തന്നെയാണ് ഇതിന്റെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ റൂം സെറ്റിക്ക് 3 ഡോർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 3 ഡോറിൽ വരുന്ന സ്റ്റോറേജ് ഒക്കെ ഒന്ന് കാട്ടി തരാം. ലോക്കറായിട്ടാണ് വരുന്നത് ഇതില്. പിന്നെ ഇതിൽ ഹാങ്ങിങ്ങും സ്പേസും, പിന്നെ ഇത് ഫുള്ളായിട്ട് തട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് വരുന്നത് ഇതൊക്കെ. പിന്നെ ഈ യു വി പറഞ്ഞാൽ ഇത് പല കളറിലും കിട്ടുന്നുണ്ട്. വൈറ്റ്, പ്യുവർ വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെ പിസ്ത കളർ ഉണ്ട്, പിന്നെ ഗ്രേ കളർ ഉണ്ട്, പിന്നെ മാർബിളിന്റെ കുറച്ച് മാർബിൾ ഡിസൈൻ വരുന്ന പല കളറും ഉണ്ട്. മെയിൻ ആയിട്ട് പോണ ഈ പ്ലെയിൻ കളറായിട്ട് വൈറ്റ്, ഗ്രേ കളറ്, പിന്നെ ബ്ലാക്ക്, ആ ഒരു കളറിലൊക്കെയാണ് യു വി മെയിൻ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് പിന്നെ ഈ യുവിന്റെ ഇതിക്ക് വരുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ യു വി ആണ് വരുന്നത്. ഫ്രണ്ട് ഭാഗം മൊത്തം യു വിയിലാണ് ചെയ്യുക അതൊക്കെ ഉള്ള ബോർഡില്. പിന്നെ ഇതിന്റെ സ്റ്റോറേജും ഇതൊക്കെ ഒന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് കാട്ടി തരാം. 3 ഡോറിൻ്റെയും 4 ഡോറിൻ്റെയും നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് 4 ഡോറോ 2 ഡോറോ 3 ഡോറോ ഇനിയിപ്പം എത്ര സ്പേസ് ഉള്ളത് വെച്ചാൽ ഫുള്ളായിട്ട് ഒരു റൂമിന്റെ ചുമര് മൊത്തം നമുക്ക് ഫില്ലാക്കി ഇതേ രീതിയിൽ ചെയ്യണമെങ്കിൽ മൊത്തമായിട്ട് ഫില്ലാക്കി ചെയ്യാം. ഇതൊക്കെ ജോയിന്റ് ആണ്. 2 ഡോർ ജോയിന്റ് ആക്കി എത്ര ജോയിന്റിന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ റൂമൊക്കെ കയറ്റാനും ഇറക്കാനൊക്കെ ഇതാണ്. ഇതൊക്കെ ഇവിടെ ചെറിയ സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്യലാണ്. ഇപ്പൊ സെറ്റ് ചെയ്തില്ലാണ്ടല്ലേ, ഈ ഒരു ഇതിലാണ് റൂം കയറ്റാനും ഇതിനൊക്കെ. നമുക്കിതിപ്പോ 6 ഡോറോ 7 ഡോറോ എത്ര റൂമിന്റെ സ്പേസ് വെച്ചാൽ അതിനനുസരിച്ച് മൊത്തത്തിൽ ചെയ്തെടുക്കാം. ഈ 4 ഡോറൊക്കെ ഒരു റൂമിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാധനം സ്റ്റോറേജ്, ഡ്രസ്സൊക്കെ അത്യാവശ്യം ഇതിൽ കൊള്ളുവാൻ അത്രക്കും സൗകര്യമാണ് വരുന്നത്. കാരണം ഓരോന്ന് നമുക്ക് തുറന്ന് കാട്ടിയല്ലോ അതിൽ സൗകര്യം കൊടുത്തത്. ഹാങ്ങിങ്, പിന്നെ ഇവിടെ സ്റ്റോറേജ്, പിന്നെ ഇവിടെ ലോക്കർ, ഇതൊക്കെ തട്ടായിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഹാങ്ങിങ് തീരെ വേണ്ടെങ്കിൽ ഫുള്ളായിട്ട് തട്ടാക്കി ചെയ്യുകയും ചെയ്യാം. പിന്നെ ചിലർക്ക് ഹാങ്ങിങ്ങിന്റെ ആവശ്യം ഉണ്ടാകും. അപ്പൊ ചിലർക്ക് മൊത്തം ഹാങ്ങിങ് ആവാൻ വേണ്ടി വരും, മൊത്തമായിട്ട് ഹാങ്ങിങ് അങ്ങനെയും ചെയ്ത് കൊടുക്കാം. നിങ്ങളെ ആവശ്യം എങ്ങനെയാ വെച്ചാൽ ആ ഒരു ഇതിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതേമാതിരി തന്നെയാണ് ഇതിൽ ഫുള്ളായിട്ട് തട്ടായിട്ട് കൊടുത്തതാണ്. ഫുള്ള് തട്ടാണ് വരുന്നത്. അത്യാവശ്യം സൗകര്യം ഉണ്ടാവും. ഫുള്ള് ഇതിലാണ് വരുന്നത്. പിന്നെ നല്ല ഫിനിഷിങ് ആയിക്കാരോ ഒരു സാധനമൊക്കെ വെച്ചാലും ഒക്കെ ഫിനിഷിങ്ങിൽ ഒരു ഇതില്ലാതെ നല്ല വൃത്തിയിൽ കൊണ്ടിറക്കാം സാധനമൊക്കെ ഇതിൽ വെച്ച്. പിന്നെ ഡ്രസ്സിംഗ് ടേബിളിനും വരുന്നുണ്ട് ചെറിയൊരു സ്റ്റോറേജ് ആയിട്ട് ഒരു ഇത് വരുന്നത്. പിന്നെ ഇവിടെ തട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സിംഗ് ടേബിൾ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇതുമേല് ഗ്ലാസ് കൊടുത്ത് ചെയ്യാട്ടോ. ഈ ഡോർമല് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളിന്റെ സൗകര്യം കമ്മി ഉള്ളവർക്കാണെങ്കിൽ ഗ്ലാസ് കൊടുത്ത് ചെയ്യാം. 3 ഡോർമലാണെങ്കിലും ഗ്ലാസ് കൊടുക്കുക, 2 ഡോർമലൊക്കെ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പാർട്ടിക്കൽ ബോർഡിലുള്ള റൂം സെറ്റ് നമുക്ക് ബെറ്റർ ആക്കി ഉണ്ടാക്കാം. പിന്നെ ഈ അൾമറിന്റെ പ്രത്യേകത വെച്ചാൽ ഈ 2 ഇഞ്ച് ബോർഡറും പിന്നെ ഈ ബോർഡറിന്റെ അതേ ഇതിൽ പാർട്ടിക്കൽ ബോർഡിൽ ചെയ്ത ഹാൻഡിലുമാണ്. ഇതൊക്കെ നല്ലൊരു കളർ കോമ്പി വരുന്നുണ്ട്. പിന്നെ വുഡൻ കളറ്, ബ്ലാക്ക്, വുഡൻ കളറ്, ഇത് മൊത്തത്തിൽ ഒരു ഇത് വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് വരിക. ചിലർക്ക് ഇത് സ്റ്റീലിന്റെ ഹാൻഡിലാണ് വേണ്ടി വരിക, ചിലർക്ക് ഇത് വുഡൻ ഇതേ കോമ്പി കളറാണ് വേണ്ടി വരിക. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. സ്റ്റീലിന്റെ ഹാൻഡിലുണ്ട് നമ്മൾ വേറെ ഒന്ന് വൈറ്റ് യു വി റൂം സെറ്റിന്റെ ഇത് ചെയ്യാനുള്ളതുണ്ട് ബോർഡ്. അതിൽ നമുക്ക് സ്റ്റീലിന്റെ ഹാൻഡിലുകൾ കാട്ടിയത്. അതിനൊക്കെ സൗകര്യം പറഞ്ഞാൽ നല്ല സൗകര്യം തന്നെയാണ് വരുന്നത്. ഈ അൾമറിന്റെയും ഡ്രസ്സിംഗ് ടേബിളിന്റെയും മൊത്തത്തിലുള്ള സ്റ്റോറേജ് ഒന്ന് നമുക്ക് തുറന്നിട്ട് ഒന്ന് നോക്കാം. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് സൗകര്യം തന്നെയാണ്. ഇതിന്റെ ലുക്കും പിന്നെ അത്രക്കും സാധനം വെക്കാനുള്ള സൗകര്യം. ഏകദേശം 1,65 സെന്റിമീറ്റർ ആണ് ഈ അൾമറിന്റെ ഇത് വരിക. ഏകദേശം ഒരു 60 സെന്റിമീറ്റർ ഡ്രസ്സിംഗ് ടേബിളും വരും.
ഈ സ്റ്റോറേജ് മാത്രമല്ല ഈ റൂം സെറ്റിൽ വരുന്നത്, ഈ കട്ടിൽമേലും സ്റ്റോറേജ് ആയിട്ട് വരുന്നുണ്ട്. ചിലവർ ഈ കട്ടിലിന് വെൽപ്പായിട്ടാണ് കൊടുക്കുക, ചെറിയ വെൽപ്പ്. കാരണം അതിൽ വല്ലാതെ സാധനം ഒന്നും കൊള്ളൂല. ഈ വെൽപ്പായിട്ട് സൈഡിൽ വെൽപ്പായിട്ട് കൊടുക്കുമ്പോൾ സാധനം കൊള്ളൂല. പിന്നെ ഈ കട്ടിലിന് ഏകദേശം ഒരു ഉറപ്പ് കമ്മി വരും ചെയ്യും. കാരണം ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് വെൽപ്പ് കൊടുക്കുക, അപ്പൊ ഒരു ഉറപ്പ് കമ്മി വരും. അപ്പൊ നമ്മള് സ്റ്റോറേജ് ആയിട്ടാണ് ചെയ്യല്. വെൽപ്പ് ആണെങ്കിൽ നമ്മൾ വെൽപ്പുള്ളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കാരണം ഇതിൽ തന്നെ അത്യാവശ്യം സാധനം കൊള്ളും. ഇതിൽ തന്നെ അത്യാവശ്യം അങ്ങനെ ഇതിൽ അടിയിലൊക്കെ കവറിങ് കൊടുത്ത് ചെയ്യുന്ന, ഫുള്ളായിട്ട് കവറിങ് കൊടുത്ത് ചെയ്യണതാണ്. അതുകൊണ്ട് ഇത് നല്ല സേഫ്റ്റി ആയിക്കാരം. കാരണം ഈ വെൽപ്പ് കൊടുക്കുന്നതിനായിട്ടും കഴിയുമ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഈ നമ്മളെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വേറെ എവിടെയും കടയിൽ നിന്നൊക്കെ സാധനം എടുക്കുകയാണെങ്കിലും സ്റ്റോറേജ് ആക്കി ഉണ്ടാക്കിച്ചാൽ മതി. എന്നാൽ കട്ടിലിന് ഉറപ്പ് കൂടും, പിന്നെ അത്യാവശ്യം സാധനം കൊള്ളും ചെയ്യും. ഏകദേശം അത്യാവശ്യം ബെഡ്ഷീറ്റും ഇതൊക്കെ തലാണ അതൊക്കെ ഈ സ്റ്റോറേജ് ഇതിൽ തന്നെ വെക്കാം. ഈ കട്ടിലിന്റെ സ്റ്റോറേജിന്റെ ഇതിൽ തന്നെ വെക്കാം. ഇത് അത്യാവശ്യം വലിയ സ്റ്റോറേജ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ റൂം സെറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കട്ടിൽ ബോക്സ് ഇല്ലേ, ഈ കട്ടിൽ ബോക്സ് ആ സൈഡിലായിട്ട് 2 കോട്ട് ബോക്സ് ഒക്കെ ആക്കി നമുക്ക് ചെയ്യട്ടോ. ഈ 2 ഇതൊക്കെ ആ സൈഡിലും ഈ സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ ഈ കട്ടില് നമുക്ക് ചിലവർക്കുണ്ടാവും റൂമൊക്കെ ചെറിയ റൂമേക്കാരം. ഇതിനാട്ടിയും ചെറിയ റൂമാണെങ്കിൽ നമുക്ക് 4 ഫൂട്ടിലോ 3 ഫൂട്ടിലോ, പിന്നെ ഇതില് വലിയ ആണെങ്കിൽ 6 ഫൂട്ടിലോ ഏത് അളവിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 3 ഫൂട്ടിലൊക്കെ ആണെങ്കിൽ 2 കട്ടിൽ അടുപ്പിച്ചിടുന്ന രീതിയിലും ആണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വെച്ചാല് റൂമിന്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് ഏതിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ മെയിൻ. ഇത് ഈ യുവിയില് ഗ്ലോസി ടൈപ്പ്. ഈ ലൈറ്റ് പെയിന്റ് അടിച്ച വീട്ടിലൊക്കെ ആണെങ്കിൽ, അതായത് വൈറ്റ് പെയിന്റ് അടിച്ച വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും. ഈ ബ്ലാക്ക് യുവിയും പിന്നെ ഈ കളറൊക്കെ ആയിട്ട് വൈറ്റ് ലൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച റൂമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫർണിച്ചർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് നല്ലൊരു ലുക്ക് കിട്ടും. ഞങ്ങളെ റീറ്റെയിൽ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിലാണ് വരുന്നത്. കൂടുതൽ ഫർണിച്ചറിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കാൻ ഞങ്ങളെ നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.